എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. നല്ല ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവറുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്. ഇത് 2, 3 ദിവസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും ഒട്ടും ഡ്രൈ ആയി പോകുന്നുമില്ല. നല്ലൊരു ഫ്രഷ്നെസ് അതിനെപ്പോഴും ഉണ്ടാവും. ഇതൊരു ജാപ്പനീസ് ബ്രെഡാണ്. ഈ ബ്രെഡിനെ സ്പെഷ്യലാക്കാനായിട്ട് അവരിതിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതിന് ടാങ്യോങ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ തരി കാച്ചെടുക്കാറില്ലേ, ആ ഒരു മെത്തേഡാണ് ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാനും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാങ്യോങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ഇതിലേക്ക് ഈ പൊടിയുടെ 5 മടങ്ങ്, അതായത് 150 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കുക. പാലല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, പക്ഷേ പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് ആദ്യം ഇത് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാത്തൊരു ബാറ്ററാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരല്പസമയം കഴിയുമ്പോഴേക്കും ഈ മാവ് കുറുകി തിക്കായിട്ട് വരും. ഇങ്ങനെ കുറുക്കിയെടുത്ത മാവ് കൊണ്ടുള്ള ബ്രെഡിൻ്റെ മാവ് അതിന് വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ബ്രെഡ് കൂടുതൽ സോഫ്റ്റ് ആകുന്നതും അതിൻ്റെ ഫ്രഷ്നെസ് കൂടുതൽ നേരം നിൽക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളം കൊണ്ട് മാവ് കുഴച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കൂടുതൽ നേരം നിൽക്കുകയും ചെയ്യും. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മൂടി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. തുറന്ന് വെച്ചാൽ ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ മൂടി വെച്ച് തണുക്കാൻ അനുവദിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. 330 ഗ്രാം പൊടിയാണ് ഇനി നമുക്ക് വേണ്ടത്. ഇപ്പോൾ കപ്പിലാണ് അളക്കുന്നതെങ്കിൽ 2.5 കപ്പ് അളന്നെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പൊടി മാറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ, അതായത് 90 മില്ലി പാല്, നേരെ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാലത് ചേർത്തതിന് ശേഷം ഈസ്റ്റ് ഒന്ന് പതഞ്ഞ് പൊങ്ങിയ ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ. 1 മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് കുറുക്കി വെച്ചിട്ടുള്ള ചൂടാറി വന്നിട്ടുള്ള റൂ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ 1-2 മിനിറ്റ് ഈ ബൗളിൽ തന്നെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം. കുറച്ച് സ്റ്റിക്കായിട്ടുള്ള മാവായിരിക്കണം നമ്മുടേത്. നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെയൊക്കെ സൈസ് അനുസരിച്ച് ചിലപ്പം വെള്ളത്തിൻ്റെ കുറവുണ്ടാകാം. ചിലപ്പോൾ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് 1 ടീസ്പൂൺ വെള്ളമൊക്കെ ഈ മാവിലേക്ക് ചേർത്ത് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ മാവിലുള്ള ഗ്ലൂട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുഴച്ച് കൊടുക്കുന്നത്. ഗ്ലൂട്ടൻ നല്ല സ്ട്രോങ് ആയി വരുമ്പോഴാണ് നമ്മുടെ ബ്രെഡിന് നല്ലൊരു സ്ട്രക്ചറൊക്കെ കിട്ടുകയുള്ളൂ, കൂടുതൽ സോഫ്റ്റ് ആവുള്ളൂ. 15 മിനിറ്റോളം ഇതിങ്ങനെ കുഴച്ച് കൊടുക്കേണ്ടി വരും. ഇത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇത്രയും കുഴച്ചാൽ മതിയോ എന്നറിയാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരല്പം മാവ് എടുത്തിട്ട് ഇതേപോലെ വലിച്ചു നോക്കുക. പാകത്തിന് കുഴച്ച മാവാണെങ്കിൽ ഇതിങ്ങനെ വലിക്കുമ്പോൾ പൊട്ടിപ്പോകാത്ത ഒരു തിൻ ഷീറ്റായിട്ട് നമുക്ക് ഇത് വലിക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഈ ഗ്ലൂട്ടനൊക്കെ ഇതിൽ നന്നായിട്ട് ഫോം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. 3 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ഇതിലേക്ക് ചേർക്കുക. ഇനി ബട്ടർ ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ബട്ടർ ചേർത്ത് കഴിയുമ്പോൾ മാവ് ഇതുപോലെ പൊട്ടിപ്പോകാനൊക്കെ തുടങ്ങും. 1-2 മിനിറ്റ് നമ്മളിങ്ങനെ കുഴച്ച് ആക്കി കഴിയുമ്പോഴേക്കും ബട്ടറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കായി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഇത് വന്നോളും. മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോളാക്കി എടുക്കാം. ഇനി ഇത് പൊങ്ങി വരാനായിട്ട് വെക്കണം. ബോളിലൊരല്പം എണ്ണ തടവി കൊടുത്തിട്ട് ഈ മാവ് അതിലേക്ക് ഇറക്കി വയ്ക്കാം.
ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു ഡബിൾ സൈസായി വരുന്നവരെ മാറ്റി വയ്ക്കുക. 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയൊക്കെ വേണ്ടി വരും. നമ്മുടെ കാലാവസ്ഥ തണുപ്പുള്ളതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് അമർത്തി ഇതിലുള്ള എയർ പുറത്തേക്ക് കളയാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി ഇതിനെ ഒരേ വലിപ്പത്തിലുള്ള 3 പീസസായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഓരോ പീസും ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് കൊടുക്കണം. അതിനുശേഷം ഓരോ ബോളും എടുത്ത് ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി ഇത് തിരിച്ചു വെക്കണം. അങ്ങനെ ആ സ്മൂത്ത് ആയിട്ടുള്ള സൈഡ് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് ഒരു തവണയും കൂടെ പരത്തിയെടുക്കാം. ഇനി ഇത് 2 സൈഡിൽ നിന്നും ഇതേപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. അറ്റം ഇതുപോലെ പിഞ്ച് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് ഈ ബ്രെഡ് ഷേപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ബോൾസും ഷേപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് വയ്ക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ ടിൻ നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചില സമയത്തൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ബേക്കിംഗ് പേപ്പറും കൂടി ഉള്ളിൽ വെക്കുന്നുണ്ട്. 3 ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി പൊങ്ങി വരുന്നത് വരെ കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഒരു 45 മിനിറ്റ് തൊട്ട് 50 മിനിറ്റ് വരെ മാറ്റി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ടിന്നിൻ്റെ ഏകദേശം 80% വരെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള സമയം. ഓവനില്ലാതെ എങ്ങനെ ബ്രെഡ് ബേക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓവനില്ലാത്തവർക്ക് ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 25 മിനിറ്റൊക്കെ ബേക്കായി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗം കൂടുതലങ്ങ് ബ്രൗണായി പോകാതിരിക്കാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ബാക്കിയുള്ള സമയം ബേക്ക് ചെയ്യുന്നത്. ഇതായിട്ടുണ്ട്. ഇതിന് മുകളിൽ അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം, ഇതിൻ്റെ ക്രസ്റ്റ് സോഫ്റ്റായി കിട്ടാനായിട്ട്. എന്നിട്ട് ടിന്നിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം മുറിച്ച് കഴിക്കാൻ. ഈ ബ്രെഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നല്ല രുചിയാണ് ഈ ബ്രെഡ് കഴിക്കാൻ. ബട്ടറിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുള്ള ബ്രെഡാണ്. ഇത് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ അല്ലാതെ വെറുതെ ജാമൊക്കെ പുരട്ടിയാണെങ്കിൽ നമുക്ക് കഴിക്കാം. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.